ബഹുമാനരെ, പ്രിയപ്പെട്ടവർ, ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ കവി പ്രൊഫസർ സച്ചിദാനന്ദന്റെ അധ്യക്ഷതയിൽ പ്രവർത്തിക്കുന്ന NEP 2020 PMC വിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലക്കാണ് ഞാൻ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ ഈ സ്വാശ്രയ സ്ഥാപനത്തിലെ ഡോക്ടർ MK റാമിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു എല്ലാവരും. പക്ഷേ MK റാം സ്വീകരിച്ച ആ വിദ്യാഭ്യാസ നയം, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം ഒക്കെ ആ MK റാമിൽ തുടങ്ങുന്നതല്ല എന്നും, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മൾ പോയാൽ മറ്റൊരു റാം, ഇതേപോലെ പെരുമാറിയുള്ള ഒരു റാമിനെ നമുക്ക് കാണാം, നമുക്കൊക്കെ അറിയാം. അത് ശ്രീറാം എന്നറിയപ്പെടുന്ന ത്രേതായുഗത്തിലെ ശ്രീരാമൻ എന്ന് ഭക്തിപുരസ്സരം ആരാധിക്കപ്പെടുന്ന ആ മാന്യനായ ദേഹം രാജകുമാരൻ എന്താണ് ഈ വിഭാഗത്തോട്, അന്നത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തോട് കാണിച്ചത് എന്ന് പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് ഡോക്ടർ രാമിന്റെ പെരുമാറ്റവും അതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിന് ആഴത്തിലുള്ള വേരുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ബ്രാഹ്മണൻ വന്ന് ശ്രീരാമനോട് പറയുകയാണ്, നിങ്ങളുടെ ഭരണത്തിന് കീഴിൽ എന്റെ മകൻ മരണപ്പെട്ടിരിക്കുന്നു, ഈ മരണ കാരണക്കാരൻ നിങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഈ ഭരണത്തിനെതിരായി ഞാൻ ശപിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ശ്രീരാമൻ എന്നുള്ള രാജാവ് അവിടെയുള്ള ഗുരുക്കന്മാരെയും ബ്രാഹ്മണന്മാരെയും ശ്രേഷ്ഠന്മാരെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു ബ്രാഹ്മണന്റെ മകൻ മരിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ അവരെല്ലാം കൂടി ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് തീരുമാനമായിട്ട് പറഞ്ഞത്, ഇവിടെ നിങ്ങളുടെ ഈ രാജ്യത്ത്, ശ്രീരാമന്റെ രാജ്യത്ത് ഏതോ എവിടെയോ കാട്ടിലെവിടെയോ ഒരു ശൂദ്രനായ വ്യക്തി തപസ് ചെയ്യുന്നുണ്ട്, അതാണ് കാരണം, അയാളെ കണ്ടെത്തി കൊല്ലണം, എങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നം അവസാനിക്കും എന്ന് പറഞ്ഞു. എന്താണ് തപസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസമാണ്. ആ വിദ്യ നേടിയവനാണ് താസൻ എന്ന് പറയുന്നത്. വിദ്യയ്ക്ക് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്ന തപസ് ചെയ്യുന്ന ആളാണ് താപസ് എന്ന് പറയുന്നത്. ബ്രാഹ്മൺ അല്ലെങ്കിൽ ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, അയാളെ കണ്ടെത്തണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീരാമ സൈന്യങ്ങളോടും കാട്ടന്തരം നടക്കുകയാണ്. അങ്ങനെ അവസാനം കണ്ടെത്തുന്നു, ഒരു ത്തിന്റെ മേലെ തല കീഴായിട്ട് തപസ് ചെയ്ത് കെട്ടിത്തൂങ്ങി തപസ് ചെയ്യുന്ന ഒരു താമസനെ കാണുന്നു. ആ താമസനോട് ചോദിച്ചത് നിങ്ങളുടെ പേരെന്താണ് എന്നല്ല, ശ്രീരാമൻ ചോദിച്ചത് നിങ്ങൾ എവിടത്തുകാരനാണെന്നല്ല, ഏത് രാജ്യക്കാരനാണെന്നല്ല ചോദിച്ചത്, അയാളുടെ മാതാപിതാക്കളെ കുറിച്ചല്ല ചോദിച്ചത്, അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചല്ല ചോദിച്ചത്, ചോദിച്ചത് ഒറ്റൊന്ന് മാത്രമാണ്, നിങ്ങൾ വംശമേതാണ്, അല്ലെ നിങ്ങളുടെ വർണ്ണമേതാണ് എന്നാണ് ചോദിച്ചത്. അദ്ദേഹം ഈ തൂങ്ങിക്കിടക്കുന്ന ആ പ്രസൻ പറഞ്ഞു, ഞാനൊരു ശൂദ്രനാണ്. കേട്ടകൂടെ മറ്റൊന്നും അയാൾക്ക് അറിയേണ്ട കാര്യമില്ല. ശ്രീരാമൻ ആ വാള് ഉറയിൽ നിന്ന് ഊരിയെടുത്തിട്ട് അയാളുടെ ശിരച്ഛേദം ചെയ്ത് തല വലിച്ചെറിഞ്ഞു. അതോട് തിരിച്ചുപോയി, അതോടെ അയാളുടെ എല്ലാ പാപങ്ങളും പോയി എന്നാണ്. മനുസ്മൃതിയിലും പറയുന്നത് ഇത് തന്നെയാണ്, ശൂദ്രം അക്ഷര സംയുക്തം ദൂരത പരിവർജ്ജയെ. ശൂദ്രൻ അക്ഷരം പഠിക്കുകയാണെങ്കിൽ, അവന് വിദ്യാഭ്യാസം നേടാൻ അനുവദിക്കുകയാണെങ്കിൽ അവനെ ദൂരത്തെ കാട്ടിയോടിക്കണം, അവനെ നാട്ടിൽ നിർത്താൻ പാടില്ല. അത് ശൂദ്രന്റെ കാര്യമാണ്. നമുക്കറിയാം, വർണ്ണധർമ്മത്തിൽ ചതുർവർണ്ണത്തിൽ ശൂദ്രൻ സവർണൻ തന്നെയാണ്. സവർണനായ ശൂദ്രന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ പഞ്ചമന്മാരായിരിക്കുന്ന വർണ്ണ വ്യവസ്ഥയിലും താഴെയുള്ള അവരെ മനുഷ്യരായിട്ട് കണക്കാക്കിയിട്ടില്ല, മൃഗങ്ങളായിട്ട് പോലും കണക്കാക്കിയില്ലാത്ത ഈ പഞ്ചമന്മാരുടെയും നമ്മൾ ഇന്ന് SC ST വിഭാഗക്കാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ഇപ്പോ എന്തായിരിക്കും? ഒരു ശൂദ്രന് പോലും വിദ്യാഭ്യാസം കൊടുക്കുന്നത്, വിദ്യാഭ്യാസ സാക്ഷരനായുള്ള ശൂദ്രനെ അട്ടിയോടിക്കണം എന്ന് പറയുന്ന ഒരു നയം ആണ് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്ന് പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ടല്ല തീരുമാനിച്ചത്. ഏതെങ്കിലും നമ്മളുടെ ജനവിഭാഗങ്ങളോട് ചർച്ച ചെയ്തിട്ടില്ല, ഏതെങ്കിലും വിദ്യാഭ്യാസമാരോട് ചർച്ച ചെയ്തിട്ടില്ല, ഒരു കാലവും ചർച്ച ചെയ്യാതെ. പക്ഷേ ഇവിടുത്തെ ഒരു വിഭാഗം പറയുന്നുണ്ട്, ഞങ്ങളോട് പൂർണ്ണമായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിമാർ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിമാർ ചർച്ച. അത് പറഞ്ഞാണ് RSSന്റെ നേതാവായ അദ്വൈതാരി വിദ്യാഭ്യാസ
അതുൽ കോത്താരി പറഞ്ഞു, ഞങ്ങളുമായിട്ട് ദീർഘം ചർച്ച ചെയ്തിട്ടുണ്ട്, വളരെ നീണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ സന്തോഷവാന്മാരാണ്, തൃപ്തരാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ നമ്മൾ ഈ ബാധിക്കുന്ന സീറ്റിംഗിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങിയതല്ല. ഇത് അവസാനിക്കണമെങ്കിൽ വളരെ ദീർഘമായ ഒരു വിദ്യാഭ്യാസ ഇവിടെ ഉണ്ടായിരിക്കണം. ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെയും സ്വാശ്രയവൽക്കരണത്തിനെയും കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരായിട്ടുള്ള വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളോട് മാത്രമേ ഇത്തരം രോഹിത് വെമുലയുടെ നിതിൻ രാജിന്റേതായാലും ഇത്തരം പ്രശ്നങ്ങൾ ാൻ കഴിയൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്ന ഒരു മേഖലയിലേക്ക് എല്ലാവരും വരും. നമ്മുടെ ഗീതാനന്ദൻ മാഷ് ഒക്കെ പങ്കെടുത്തിരുന്ന ഒരു ടേബിൾ ടോക്ക് ഈ വിഷയത്തിൽ നമ്മൾ SC/ST വിഭാഗത്തെയാണ് ദേശീയ വിദ്യാഭ്യാസ നയം ബാധിക്കുന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു ടോക്ക് തൃശ്ശൂരിൽ വെച്ച് കുറച്ചു മുമ്പ് നടത്തി. തുടർച്ചയായിട്ട് ഇന്ന് കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തെക്കുറിച്ച് ണമെന്നും ഈ വിദ്യാഭ്യാസ സ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് വരണമെന്നും മാത്രം അഭ്യർത്ഥന കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.